അജയും നമ്മളുള്ള ഡിസ്കഷൻ നമ്മളെപ്പോഴും വരുന്ന വെച്ചാൽ ക്ലാസ്സിലെ തമാശകളാണ്. നമ്മുടെ അധ്യാപകരൊക്കെ നല്ല തമാശക്കാരെ കൂടിയാണ്. അപ്പൊ അങ്ങനെ കുറെ തമാശകൾ അജയ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഈ ക്ലാസ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ലീഡേഴ്സ് പ്രൈമില്? നെവിനും ആനന്ദും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഫെബ്രുവരി ബാച്ചിലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20-21 ആ ഒരു അറ്റംപ്റ്റ് റഷ് ചെയ്തതിൻ്റെ ഒരു ട്രോമയിൽ നിന്ന് മാറി കുറച്ചുകൂടി ക്ലാസ്സുകളൊക്കെ സമാധാനത്തോടെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫേസിലായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല കുറേ കോമഡികളുണ്ട്. ഇപ്പോൾ ആനന്ദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള മനുഷ്യരാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈവൻ ഷിർഫാസ് സാറിന് ഒരു 400 സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സാറ് സ്ലൈഡ് ഓപ്പൺ ആക്കും, ഇവിടെ ആനന്ദ് ഫോണൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഗൂഗിൾ ചെയ്യും. സാർ ഒരു ടോപ്പിക് പറയും, ഗൂഗിൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ സാർ പറയും DDT ഇന്ത്യയിൽ ബാൻഡ് ആയി എന്ന് പറയുമ്പോൾ അല്ല സാർ അത് ബാവലിക്കരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അത് ആനന്ദ് ചോദിക്കും. എനിക്കിപ്പോഴും ഓർമ്മ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി സാർ ഇങ്ങനെ ഗാൻജറ്റിക് ഡോൾഫിനെ പറ്റി പറയുമ്പോൾ സാർ ഈ ഗാൻജറ്റിക് ഡോൾഫിൻ എങ്ങനെയാണ് ഗംഗയിലെത്തിയത്? അപ്പോൾ നെവിനെ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാണ് എത്തിയത്. അതേപോലെ മറ്റേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ട്രീ ഏതാന്ന് ചോദിക്കുമ്പോൾ രവി പറയുന്നു സാർ വാഴയല്ലേ ഇവിടെ കുറേ ഉണ്ടല്ലോ. സോ അങ്ങനെയുള്ള കുറേ ഫൺ തിങ്സ് ഉണ്ട്. ഇപ്പം ശ്രീജിത്ത് സാറിൻ്റെ ബ്രെഡ് എന്ത് വന്നാലും സാറ് ബ്രെഡിൻ്റെ എക്സാമ്പിളാണ് പറയുക. അപ്പം ഞങ്ങൾ പിന്നെ പുള്ളീനെ ബ്രെഡ് മാൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ഓരോ തగ్గടിക്കും. ഇപ്പം മുംബൈയിൽ ഷാരൂഖ് ഖാൻ നിങ്ങൾ SRK എന്ന് വിളിക്കും, പക്ഷേ തിരുവനന്തപുരത്ത് കേരളത്തിൽ വരുമ്പോൾ അത് SRS ആണ്. അപ്പോൾ ഇങ്ങനെ എന്താ SRS? പിന്നെ മനസ്സിൽ ശ്രീജിത്ത് RS ഉദ്ദേശിച്ചാണ്. സോ അങ്ങനെയുള്ള കുറേ ഞാൻ ഈ കോമഡികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു ഇൻബിറ്റ്വീൻ ഒരു ക്രിയേറ്റീവ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ കുറേ ഫണ്ണുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഇപ്പം ഷഹൻ സാറിനെ ഞങ്ങൾ ഷാജി എന്ന് വിളിക്കും, ഷിർഫാസ് സാറിനെ ഞങ്ങൾ ഷീജി എന്ന് വിളിക്കും. അപ്പോൾ ഷാജി ആൻഡ് ഷീജി. പിന്നെ ഷഹൻ സാർ എന്ത് പറഞ്ഞാലും ടോ എന്ന് പറഞ്ഞാലും അപ്പം ചിരിക്കും. സോ അങ്ങനെയുള്ള വെറുതെ പോയാലും പുള്ളി ചിരിച്ചോണ്ടിരിക്കും. സോ അങ്ങനെയുള്ളൊരു കുറേ ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. തമാശയ്ക്ക് അപ്പുറത്തേക്കും അവരുടെ ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു അജയ്. ഒന്നും മുടക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, കാരണം 20-24 ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ക്ലാരിറ്റി കുറവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയോണ്ട് തന്നെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ആ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി ഇപ്പം നമ്മളൊരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പം ഈ ടെക്നിക്കൽ സബ്ജക്റ്റിൽ ഇപ്പോൾ എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലൊക്കെ നമുക്ക് ഒരു ധാരണ ബിൽഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ക്ലാസ്സാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് നമ്മുടെ ബേസ്. അവിടെ നിന്നാണ് നമ്മൾ ഫർദർ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജോഗ്രഫി പോലത്തെ സബ്ജക്റ്റുകൾക്ക് അങ്ങനെയൊക്കെ ഈ ക്ലാസ്സിൽ നിന്നിട്ടാണ് ഞാൻ ആദ്യം ഒരു പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്യുന്നത്. അതിൻ്റെത്തേക്ക് ഫർദർ ആഡ് ഓൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ലീഡ് IAS, #1 IAS Academy in Kerala.